യേശു അപ്പയുടെ മഹാസാന്നിധ്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകലരെയും ഉണ്ടേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹപൂർണനായ എൻ്റെ യേശു അപ്പയുടെ മഹാസാന്നിധ്യം സകലിൽ നിറയപ്പെടട്ടെ എന്ന് ഒരിക്കൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ സ്നേഹത്തെ പറ്റി അല്ലാതെ എനിക്കൊന്നും പറയാനുണ്ട്. വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്ന പലരും പറയാറുണ്ട്, വീണ്ടും ഒരു ആത്മീയ വളർച്ച ഉണ്ടാകുന്നില്ല. ആത്മീയ വളർച്ചയ്ക്ക് അടിസ്ഥാനമായ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിനെ കാണണം. നമുക്ക് സ്തോത്രം, ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കാം. 3-4 വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ലെ 3 വരെടുത്തിലാക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. യേശു എങ്ങനെയുള്ളവരെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനായതുകൊണ്ട് പുരുഷാരനിമിത്തം കഴിയില്ല. അവനൊരു ആഗ്രഹം ഉണ്ടായി യേശുവിനെ കാണണം. പക്ഷേ അവന്റെ സാഹചര്യങ്ങൾ അവന് അനുവദനീയമല്ല, അല്ലെങ്കിൽ അവന് അനുവദിക്കപ്പെടുന്ന അവസ്ഥയല്ല. പുരുഷാര നിമിത്തം അവന് കയറാൻ പറ്റത്തില്ല, യേശുവിനെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. പക്ഷേ അവന്റെ ആ ദർശനത്തിൽ നിന്ന്, ചിന്തയിൽ നിന്ന് എടുത്ത് നിലപാട് പുറകോട്ട് ചലിച്ചില്ല. ഞാൻ കാണുക തന്നെ ചെയ്യും. മുമ്പോട്ട് ഓടി കാട്ടത്തിന്മേൽ കയറി യേശു ആ വഴി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സഖായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവൻ പറഞ്ഞു. ഒരാമീൻ പറഞ്ഞാണ്. സഖായിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എങ്ങനെയാണ് യേശുവിനെ കാണണം. യേശുവിന്റെ വീട്ടിൽ വരണമെന്നൊന്നും ആഗ്രഹിച്ചില്ല, ഒന്ന് കാണണം, എനിക്കൊന്ന് കാണണം. സാഹചര്യങ്ങളെല്ലാം എതിരാണ്, ചുറ്റുപാടെല്ലാം പ്രതികൂലങ്ങളാണ്. എന്തൊക്കെ പ്രതികൂലങ്ങളാണെങ്കിലും, സാഹചര്യം എത്രത്തോളം ബലപ്പെട്ട് നിൽക്കുന്നതാണെങ്കിലും, ഹല്ലേലൂയ, ഞാൻ എടുത്ത നിലപാടിൽ നിന്നും ഞാൻ പുറകോട്ട് ചലിക്കത്തില്ല. ഞാൻ കാണുക തന്നെ ചെയ്യും. അവന്റെ ആവേശം ആ കുഞ്ഞിക്കാലുകൾ വെച്ച മരത്തി മലനി കയറി നോക്കണേ. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നിൽക്കുന്നവരാരും ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പൊ കയറി ഇരിക്കണം, യേശു വഴി വരും. എനിക്ക് മേളിൽ നിന്ന് നല്ലവണ്ണം കാണാം. എന്നെ അവരുടെ കാണത്തുമില്ല, എനിക്കൊണ്ട് ക്ലിയർ ആയിട്ട് യേശുവിനെ കാണുകയും ചെയ്യാം. ഹല്ലേലൂയ. പാർത്തിരുന്ന് കാണാൻ ശ്രമിച്ചവനെ പരസ്യമായി മാനിക്കുന്ന ഒരു ദൈവം. യേശു അതുവഴി വരുമ്പോൾ ആ കൃത്യം മരത്തിന് താഴെ അവൻ നിന്നിട്ട് മുകളിലോട്ട് നോക്കിട്ട് പറയാം, സഖായി ഇറങ്ങി, ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് പാർക്കേണ്ടതാകുന്നു. യേശുവിനെ കാണുവാൻ കൊതിക്കുന്ന ഒരു ഹൃദയം നിങ്ങളകത്തുണ്ടെങ്കിൽ ഞാൻ അടിവരായിട്ട് പറയുകയാണ്, യേശുവിനെ കാണാൻ കൊതിക്കുന്ന ഒരു ഹൃദയം നിങ്ങളകത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ നിങ്ങളുടെ പുരയ്ക്കകത്ത് വരുവാൻ ആഗ്രഹിക്കുന്നു, നിന്റെ ഭവനത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ചിലത് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹമുണ്ട് പക്ഷെ സാഹചര്യങ്ങൾ അതിനാണ് ഈ ബൈബിളിലെ ഈ ഒരു ഭാഗം എടുത്ത് ഉദ്ധരിച്ചത്. സാഹചര്യം എത്ര ശക്തിയുള്ളതാണെങ്കിലും, മല പോലെ നിൽക്കുന്നതാണെങ്കിലും, വാഞ്ചയുള്ളവർ സാഹചര്യം വിഷയമല്ല, ആഗ്രഹമുള്ള സാഹചര്യം വിഷയമല്ല. ആഗ്രഹം വെച്ച് മുന്നോട്ട് ചലിച്ചു, ഉറപ്പായിട്ട് നിന്നെ മാനിക്കുന്നവന്റെ കൃപയുടെ വ്യാപാരം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. വാക്കുകൾ വായിച്ചാൽ ഞാൻ ആ ഭാഗം എടുക്കുന്ന ഉദ്ദേശിച്ചത് വായിച്ചാൽ ബന്ധപ്പെട്ട് ഇറങ്ങി കണ്ടവരൊക്കെ എന്ന് പറഞ്ഞു അവൻ പാവിയായ ഒരു മനുഷ്യന്റെ കൂടെ. സ്തോത്രം, അത്ര ഡൈജസ്റ്റ് ചെയ്യുന്ന ആത്മീയ മണ്ഡലത്തിൽ ഇരിക്കുന്നവരൊന്നും അത്ര ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഏതാ സഭ എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധന്മാരുടെ ഗണമാണ്. ഒറ്റ അശുദ്ധനെ അങ്ങോട്ട് കയറ്റിയേക്ക്. മഞ്ഞ മാസ്ക് ഇട്ട് വരുന്നവന്, കറുത്ത മാസ്ക് ഇട്ട് വരുന്നവന്, കറുത്ത ഉടുപ്പിട്ട് വരുന്നവന്, മഞ്ഞ ഉടുപ്പിട്ട് വരുന്നവന്, ഇവിടെ ഞങ്ങൾ കുറെ പേര് മാത്രമേ ഉണ്ടാവൂ. ഇതൊന്നും സഭയല്ല, ക്രിസ്തുവിന്റെ ശരീരമല്ല, ഓർഗനൈസേഷൻ ആണ്, സംഘടനയാണ്, സംഘടനയുടെ നേതാവിന്റെ വാക്കുകളാണത്. യേശുവിന്റെ വാക്കുകളല്ല കേട്ടോ. ഹല്ലേലൂയ. ഇറങ്ങി വേണം കുഞ്ഞെ,
ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ 10ാമത്തെ വാക്യം വായിച്ചു. 10ാമത്തെ വാക്യം, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ വന്നത് എന്തിനാ? സർവശക്തനായ യേശുവിന്റെ ശുശ്രൂഷയുടെ അടിസ്ഥാനം എന്താണ്? നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത, എല്ലാവരും തഴയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനത്രേ അവൻ വന്നത്. ഹല്ലേലൂയ. ശക്തിയോടെ നമ്മെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. 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 നമുക്ക് 18ാമത്തെ അധ്യായത്തിന്റെ 38ാമത്തെ വാക്യം വായിക്കാം. 38ാമത്തെ വാക്യം, അപ്പോൾ അവൻ യേശുവേ ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുമ്പിൽ നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കുവാൻ ശാസിച്ചു. ഹല്ലേലൂയ. അവൻ നിലവിളിക്കുകയാണ്, കർത്താവേ എന്നോട് കരുണയുണ്ടാകണേ. അവൻ നിലവിളിച്ചു. അവിടെ നിന്നവരെന്ത് ചെയ്തു? അവനെ ശാസിച്ചു. അവൻ പിന്നെ എന്ത് ചെയ്തു? ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ. അവൻ നിലവിളി ഏറ്റവും അധികമായി. ഇത്ര പേരെന്നെ ശാസിച്ചതല്ലേ, ഇത്ര പേരെന്നെ ഭത്സിച്ചതല്ലേ, ഇങ്ങനെ ആ ഭാഗത്തോട് ഞാൻ പോകുന്നില്ല. വാഞ്ചയുള്ളവനെ മാനിക്കുന്ന ഒരു ദൈവം. ആ വാക്യം വായിച്ചാണ്, 40 വായിച്ചാണ്. യേശു നിന്ന് അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുക്കൽ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണമെന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പറഞ്ഞു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. ദൈവത്തെ മഹത്വീകരിച്ചു. അവനെ അനുഗമിച്ചു. ജനം എല്ലാം കണ്ടിട്ട് ദൈവത്തെ കുറിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബാഹ്യമായി കാണപ്പെട്ട ഒരുവൻ, അവന്റെ സാഹചര്യമാണ് അവന് സൗഖ്യം ലഭിക്കുക. എനിക്ക് കാഴ്ച കിട്ടണം. ഹല്ലേലൂയ. കണ്ണുണ്ടായിട്ടും കൂടെ നടന്നിട്ടും വിശ്വസിക്കാത്ത സമൂഹം ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുക. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണുന്നു, കർത്താവിനെ കൂടാതെ ശിഷ്യന്മാർക്ക് പോലും കൃത്യമായ ബോധ്യമില്ല. ഹല്ലേലൂയ. കർത്താവായിരിക്കുന്ന പടയിൽ എന്ത് ചെയ്യുക? ബോട്ടിൽ തിരകൾ ആഞ്ഞടിക്കുക. തിരയാഞ്ഞടിച്ചു. കാറ്റിനാൽ പടമിങ്ങനെ ആടി. ഉറങ്ങുന്ന കർത്താവിനെ തട്ടി കൊടുത്തിട്ട് ചോദിക്കുക, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്ന ഒരു വിചാരമില്ല. ഇപ്പൊ ഞാൻ നമ്മളെ വഞ്ചിക്കുന്നു. എണ്ണിച്ച് യേശു എന്ത് ചെയ്തു? കാറ്റിനോട് എഴുന്നേറ്റ് പറയും, കാറ്റിനോട് സംഗതമായിരുന്നു. തിരകളോയെ അവന് അതിനെ ശാസിച്ചു. ഉയർന്നു വന്ന തിരകൾ നിശബ്ദമായി. സ്തോത്രം. കണ്ണിക്കൊണ്ട് നോക്കുക, ഇതെന്തോ സംഭവം, ഇവനാരാ? കൂടെ നടക്കുക, അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, അടയാളങ്ങൾ കാണുന്നുണ്ട്. ഈ കണ്ണുകൊണ്ട് തന്നെ വളരെ ക്ലിയറായിട്ട് എല്ലാം കാണുന്നുണ്ട്. എന്നിട്ടും പറയുക, ഇവനാരാ? കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നു. യേശുവിന്റെ ശിഷ്യന്മാരെ നോക്കി, അല്പവിശ്വാസികളെ, നിങ്ങൾ ഇങ്ങനെ അല്പത്തിൽ നടന്നതെന്ന് നിങ്ങളുടെ വിശ്വാസത്തിന്റെ തീവ്രത എത്രമാത്രമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അല്ലേ? ഇവരെ അത്ഭുതപ്പെടുക. കണ്ണുണ്ടേ, കാഴ്ചയില്ലാത്തവരോ പറയുക, എന്നോട് കരുണയുണ്ടാകണമേ. അവൻ നിലവിളിച്ചു. നിലവിളിച്ചവന് കർത്താവിന്റെ ശബ്ദം കേൾക്കാനിടവൻ. ഞാൻ എന്താ നിനക്ക് ചെയ്തു തരേണ്ടേ? ഞാൻ എന്താ നിനക്ക് ചെയ്തു തരേണ്ടത്? ഇന്ന് കർത്താവിനോട് ചോദിക്കുക, ഞാൻ എന്താ നിനക്ക് ചെയ്തു തരേണ്ടത്? അവൻ കർത്താവിന്റെ ശബ്ദം കേട്ടു. അവൻ കണ്ടില്ല, പക്ഷേ അവനെ ശബ്ദം കേട്ടു. കർത്താവ് പറയുക, കാഴ്ച പ്രാപിക്കുക. അവൻ ക്ഷണത്തിൽ കാഴ്ച പ്രാപിച്ചു. ഒരാമേൻ പറഞ്ഞാട്ട് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അതിന്റെ 18ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 15-ാം
വാഞ്ചുള്ളവനെ അടക്കാൻ പറ്റത്തില്ല. ആരൊക്കെ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും വാഞ്ചുള്ളവനെ ഒതുക്കാൻ പറ്റത്തില്ല. അവൻ കുറച്ചുകൂടെ ഇരട്ടി ശബ്ദത്തിൽ വിളിച്ചു, കർത്താവിനെ നോക്കി പറയും, ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? അവൻ കർത്താവിന്റെ ശബ്ദം കേട്ടു. തടയുന്നവർ കൂടെ നിൽക്കുക, തടയുന്നവർ കൂടെ നിൽക്കുക. ഞാൻ ഇടത്താണോ ഇരിക്കേണ്ടത്, വലത്താണോ ഇരിക്കേണ്ടത്? എവിടെ ഇരിക്കേണ്ടത്? എന്നാ ആ സിംഹാസനത്തിൽ അങ്ങിരിക്കുമ്പോ ഇതിനുവേണ്ടി ഉപകാരം തിരിച്ചിരിക്കുന്നത്. എന്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും. ഇതുവരെ മനസ്സിലാക്കിയ കൺസെപ്റ്റ് അങ്ങനെയല്ലോ. ഇസ്രായേലിന്റെ രാജാവായി അങ്ങനെ പാട്ടുണ്ടല്ലേ, ഇസ്രായേലിന്റെ രാജാവായി വാഴാൻ വരുന്നവൻ അവൻ രാജാവായി വാഴുമ്പോൾ, ഞാൻ ചിലപ്പോൾ ഇടമായിരിക്കും, ഞാൻ ഇവിടെ ആയിരിക്കും, അവിടെ പോയി ഞാൻ ഫ്രണ്ടിലായിരിക്കും. ഇങ്ങനെ വട്ടം പിടിച്ച് മസ പിടിച്ച് നിൽക്കുക, ഒറ്റ ഒരുത്തിനെ അടുത്ത് അടുപ്പിക്കുക. ശിശുക്കളെ അവന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു, തൊടാൻ കൊണ്ടുവന്നു. ഒരു സ്പർശനത്തിന് വേണ്ടി കുതിച്ചു വരുന്നവരെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കാത്ത ദൈവം തൊടണമേ അപ്പ. കുഞ്ഞിന്റെ മനോഭാവത്തോടെ, വാഞ്ചയോടെ, ഭൗതിക മണ്ഡലത്തിന് ജ്ഞാനങ്ങൾക്ക് പിടികിട്ടാത്തൊരു വസ്തുത ഞാൻ പറയുകയാണ്. നീ തൊടാൻ ആഗ്രഹിച്ചാൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയെ പറ്റി ഞാൻ ഈ പറയുന്നത്. ശിശുമാരെ ചെയ്തു, ശാസിച്ചു. യേശു അവരെ അരികത്ത് വിളിച്ചു, പൈതങ്ങളെ എന്റെ അടുക്കൽ വിടുവീൻ, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാവും. എങ്ങനെയുള്ളവരുടെ? എന്നെ തൊടാൻ കൊതിക്കുന്നവരുടേതാവും ദൈവരാജ്യം. തൊടാൻ കൊതിക്കണമെങ്കിൽ ശിശുവിന്റെ ഹൃദയം ഉണ്ടാകണം. ശിശു ഒരു ഫിലോസഫറാണോ? അല്ല. ഒരു സ്കോളറാണോ? സ്കോളർ പറഞ്ഞാൽ പണ്ഡിതനാണോ? അല്ല. ഒന്നും അറിയത്തില്ലേ? അതുകൊണ്ട് ശിവപ്പേരറിയാം. എത്ര കണ്ണിനോട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പുറത്തൊന്നും അറിയത്തില്ല. ശിശുക്കൾ പാല് കുടിച്ചോണ്ടിരിക്കുക. ശിശുക്കൾ ഞങ്ങൾ വലിയ വലിയ കട്ടിയുള്ള ആഹാരം കഴിച്ചോണ്ടിരിക്കുന്നത് മാറിക്കളല്ലേ. ഇങ്ങോട്ട് വാ. ഇങ്ങനെയുള്ള ശിശുക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങോട്ട് വിടെ. ഹല്ലേലൂയ. ആരൊക്കെ തടയാൻ ആഗ്രഹിച്ചാലും, ആരൊക്കെ ഫുൾസ്റ്റോപ്പിട്ട് നിർത്താൻ പദ്ധതിയിട്ടാലും, ദൈവത്തെ പറ്റി തമ്പുരാനെ തൊടാൻ നീ കൊതിച്ചാൽ അവൻ ഒരു മണി നിനക്ക് വേണ്ടി ചുവട് വയ്ക്കുമെന്ന് യേശുവിന്റെ നാമത്തിൽ ഉറപ്പിച്ചു പറയുക. തമ്പുരാനെ ഞാൻ തൊട്ടെന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ ഇതിനകത്ത് ഉയരാൻ പോവുകയാണ്. ഇതൊക്കെ നടക്കും. ആ അധ്യായത്തിന്റെ തന്നെ 27-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 27. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമായി. മനുഷ്യരാൽ അസാധ്യമായത് നിന്റെ ബുദ്ധിക്ക് ലോജിക്ക് പറ്റാത്ത ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ ശക്തമായി വെളിപ്പെടാൻ പോവുകയാണ്. ഈ സ്ഥിതിയെ മാറ്റാൻ കഴിവുള്ളവന്റെ വ്യാപാര ശക്തി നിനക്ക് വേണ്ടി ഒഴിച്ചുവിട്ട് മുന്നോട്ട് വെക്കുന്ന യേശുവിടെ വ്യാപാര ശക്തി ദൈവത്താൽ സകലതും സാധ്യം. പറഞ്ഞാട്ട് ഒരുപാട് കർത്താവിന്റെ ശക്തിയോട് സ്തുതിച്ചാട്ട് 12 സംവത്സരം രക്തസ്രാവം ബാധിച്ചൊരു സ്ത്രീയുടെ വിഷയം സകല പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അവർക്കുണ്ടായ സൗഖ്യത്തിന്റെ വസ്തുതകളും ഒക്കെ നിങ്ങൾക്കറിയാം. പ്രാമാണിക നിയമങ്ങളുടെ വിലക്കുകളെ മറികടന്ന് കടന്നു വന്നവൾ. അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്. രക്തസ്രാവം ബാധിച്ച സ്ത്രീയും ചെങ്കണ്ണുള്ളവനും പൂങ്കണ്ണുള്ളവനും 5 വിരലുമായി 6 വിരൽ വന്നാൽ അങ്ങനെയുള്ളവരൊക്കെ തൊക്കിന് നിറത്തിന് വ്യത്യാസം വന്ന അങ്ങനെയുള്ളവരൊക്കെ യഹോവയ്ക്ക് അനിഷ്ടരായവർ. അവരുടെ പാപത്തിന്റെ കർത്തൃത്വം ഇരിക്കുന്നു. അതുകൊണ്ട് അവർ രോഗികളായിരിക്കുന്നു. അതുകൊണ്ട് അവർ ശാപം
സമൂഹങ്ങളിൽ കടന്നു വരാൻ പറ്റത്തില്ല. അവരെ മാറ്റി നിർത്തണം. അവർ അയോഗ്യരാണ്, അവർ യോഗ്യതയില്ലാത്തവരാണ്, അവരൊന്നും എല്ലാ സമൂഹങ്ങളിലും പോകാൻ യോഗ്യരല്ല. ഈ ചിന്തകളെ പൊട്ടിച്ചു മാറ്റിയാട്ടിരുന്നത്. കാരണം എന്റെ കർത്താവിന്റെ പ്രവൃത്തി അതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ വീട്ടിൽ നിന്ന് ഉറപ്പിച്ചിറങ്ങുകയാണ്, ഞാൻ ഇത് തൊടും. ഹല്ലേലൂയ. ഉറപ്പിച്ചിറങ്ങിയിട്ടുള്ള ചില ഇതിനകത്തുണ്ട്. ഇന്ന് കർത്താവ് ചിലരെ തൊടാൻ പോകുകയാണ്. അവൾ ഭവനത്തിൽ നിന്ന് ഉറപ്പിച്ചിട്ട് ഇറങ്ങിയാണ്. ഹല്ലേലൂയ. അവൾ പ്രതീക്ഷയ്ക്കൊരു വകയില്ല എന്നൊരു പ്രസംഗം വേണമെങ്കിൽ വെക്കാം. പല വൈദ്യന്മാരും ചികിത്സിച്ചിട്ട് സൗഖ്യം കിട്ടാത്ത ഘട്ടത്തിൽ അവൾ അവസാനമായി എടുത്ത നിലപാടോ രോഗത്തിന്റെ തീവ്രതയിൽ മരണത്തെയും ഗാവും കാണുന്നവരോട് പോലും ഈ സമ്പർത്തമാനം പറയാൻ ചെന്ന് ചിലപ്പോൾ ഓടിപ്പോലും ഇങ്ങോട്ട് വേണ്ട, ചത്താലിൽ നിന്ന് കേൾക്കണമെന്ന് പറയും. ദൈവം ആകർഷിക്കാതെ ആരും ദൈവത്തെ പറ്റി ചിന്തിക്കുന്നു പോലുമില്ല. ഈ ദൈവത്തെ പറ്റി സർവശക്തനായ കർത്താവിനെ പറ്റി ചിന്ത നിന്റെ അകത്ത് ഉണ്ടാകുമെങ്കിൽ ഉറപ്പാ ഒരു ആകർഷണം അവന്റെ ഒരു ആകർഷണം അവന്റെ ആകർഷണശക്തി നിന്റെ മേൽ ഉള്ളത് കൊണ്ട് തന്നെ ചിലതിന്റെ ജീവിതത്തിൽ നടക്കും. അവൾ ഭവനത്തിൽ ഒരു നിലപാടിലെത്തുകയാണ്. ഞാൻ ഇന്ന് അവനെ തൊടും. യേശുവിനെ തൊടാൻ പറ്റിയില്ലെങ്കിൽ, വസ്ത്രത്തിന്റെ തൊങ്ങല്ലെങ്കിൽ ഞാൻ തൊടും. എന്തൊരു വിശ്വാസമാണ്. അവൾ അവിടെ എത്തണമെങ്കിൽ പലരുടെയും കണ്ണിൽപ്പെട്ടാൽ മോശ കൽപ്പിച്ച ന്യായപ്രമാണ പ്രകാരം അവിടെ മേൽ വിധി കൽപ്പിക്കപ്പെടും. അവർക്ക് ചെത്താൻ പറ്റത്തില്ല. എല്ലാരും കൂടുന്നിടത്ത് കൂടാൻ പറ്റത്തില്ല. എല്ലാരും വരുന്നിടത്ത് വരാൻ പറ്റത്തില്ല. കാരണം സമൂഹം വിധി കൽപ്പിച്ചു വെച്ചിരിക്കുന്ന ചില വസ്തുതകളുണ്ട്. അതിന്റെ നടുവിലൂടെ അവർ നടന്നു വരികയാണ്. എന്റെ ഭാഷ പറഞ്ഞ ഇഴഞ്ഞ് താഴെ കൂടെ ഇഴഞ്ഞ് വലിഞ്ഞ് ആൾക്കാർ ഇടയിൽ കൂടെ ആ വസ്ത്രത്തിന്റെ അറ്റത്തുനിന്ന് പിടിച്ചു. നടന്നുകൊണ്ട് മുന്നോട്ട് നടക്കുന്നവരവിടെ നിന്നു. എന്നെ അവർ തൊട്ടു. വചനം പറയുന്നു, ശക്തി അവിടെ മേലിറങ്ങി. ക്ഷണത്തിൽ അവൾ സൗഖ്യമാണ്. യേശു പറയാം, എന്നെ ആരോ തൊട്ടു. മാർക്കോസിന്റെ സുവിശേഷം വ്യക്തമായ ഒരു പ്രതിപാദ്യമുണ്ട്. ഇപ്രകാരം ശിഷ്യന്മാരെ ചോദിക്കുകയാണ്, യേശു കർത്താവേ അങ്ങ് എന്താ പറയുന്നത്? ഇത്രയും തിങ്ങി തിരക്കി നിന്റെ എഴുതും വലതും അവൾ തിങ്ങി തിരക്കി പോകുമ്പോൾ, ഇങ്ങനെ മുട്ടി പോകുമ്പോൾ എന്നെ തൊട്ടു എന്ന് പറയുന്നത് എന്താ അടുത്തതാ? നിങ്ങളൊന്നും തൊട്ടതുപോലല്ല. ഈ തൊഴിൽ അങ്ങനല്ല കേട്ടോ. എന്നെ തൊട്ടു, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു. ഞാൻ പോലും അറിയാതെ എന്നിൽ നിന്ന് ശക്തിയെ പിടിച്ചെടുക്കുന്ന വിശ്വാസം. ആ വിശ്വാസത്തിന്റെ ശക്തി നിങ്ങളകത്ത് വ്യാപരിക്കപ്പെടട്ടെ. ആശ്രയിക്കാൻ ഒരിടവുമില്ല. ചർച്ചക്കാരില്ല, സ്വന്തക്കാരില്ല, കൂടെ നിൽക്കുന്നവർ മാറുന്നു പലതും പറയും. പക്ഷേ വസ്ത്രത്തിന്റെ തുന്നൽ തൊട്ടു. ക്ഷണത്തിൽ അവർ വീട്ടിൽ പോയപ്പോഴല്ല, ക്ഷണത്തിൽ അവർക്ക് സൗഖ്യം വന്നു. അവർ തിരിച്ചറിയാണ്, എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൾ ഓടി വന്ന് ഫ്രണ്ടിൽ വന്ന് മുട്ടുകുത്തി കൈകുപ്പി സംഭവിച്ചതെല്ലാം അവരോട് പറഞ്ഞു. പറയാൻ ഒത്തിരി ഉണ്ട്, പറയാൻ ഒരുപാടുണ്ട്. യഹൂദ പ്രമാണത്വത്തിന്റെ, യഹൂദ വിലക്കുകളുടെ, മതത്തിന്റെ, ചിന്തയുടെ, വർഗത്തിന്റെ വിലക്കുകളുടെ ആ വിലക്കുകളെ പൊട്ടിച്ചു വന്നവർക്ക് പറയാൻ ഒരുപാടുണ്ട്. ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു തത്വം ഞാൻ പങ്കുവെക്കുകയാണ്. ഏറ്റെടുത്തോ നീ കൊതിക്കുന്നുവെങ്കിൽ ഇതിലേക്ക് ഇറങ്ങി വരുന്ന ദൈവകൃപയുടെ വ്യാപാരം ക്ഷണത്തിൽ അവർ സൗഖ്യം വന്നു. ബാധ മാറി അവർ സ്വസ്ഥയായി. രാമൻ പറഞ്ഞാൽ അവൾ തൊട്ടു, അവർക്ക് സൗഖ്യം വന്നു. തൊടേണ്ടതിന് ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവർ തളർന്നു.
ഹല്ലേലൂയ. തൊടാൻ കൊതിച്ചു വന്നവളെ വഴിത്തലത്തിൽ തടയാൻ ഒരുപാട് പേര് പദ്ധതിയിട്ട് കാണും. പക്ഷേ പദ്ധതിയിട്ട് വന്നവളത് നടത്തിയിട്ടേ പോകത്തുള്ളൂ. ഒരാമീൻ പറഞ്ഞാട്ടെ, ഒരാമീൻ പറഞ്ഞാട്ടെ, ഒരാമീൻ പറഞ്ഞാട്ടെ. എനിക്ക് എന്റെ യേശുവിനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞ് ഒരു മരത്തിൽ തനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു മരത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറി അതിന്റെ ശാഖകളിൽ അഭയം തേടി ഇലകൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന സക്കായിയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന എന്റെ കർത്താവ് ഇറങ്ങി വാടാ, ഇന്ന് ഞാൻ നിന്റെ കൂടെ പാർക്കേണ്ടതാകുന്നു. എനിക്കൊന്ന് കണ്ടാൽ മതി, കണ്ടാ പറ്റത്തില്ല. ഞാൻ കാണുന്നത് നിന്റെ വീട്ടിൽ ഞാൻ വസിക്കാൻ പോവുകയാണ്. സ്ഥിതിയെ മാറ്റുന്നത് സ്ഥിതിയെ മാറ്റുന്നത് ഇന്റർനെറ്റ് മുഖാന്തരം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ചിലർ നടക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ തൊഴിലിന്റെ വാതിൽ അടയപ്പെട്ട അവസ്ഥയിൽ അന്യരാജ്യത്ത് കിടന്ന് അടരുന്ന വ്യക്തികളെ ഇനി എങ്ങോട്ട് ചിന്തിച്ച് ഭാരപ്പെടുന്ന വ്യക്തിയെ ഇതാ നിനക്ക് വേണ്ടി ഇന്നൊരു വഴി നടക്കാൻ പോവുകയാണ്. അവന്റെ ശബ്ദം നീ കേൾക്കുകയാണ്. ഇന്ന് ശക്തമായ ചിലത് സംഭവിക്കാം. ഹല്ലേലൂയ. സക്കായി പറയുന്നു, ഇറങ്ങി വാ, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവൻ കാണുകയും ചെയ്തു, ശബ്ദം കേൾക്കുകയും ചെയ്തു, അവനോട് പാർക്കുകയും ചെയ്തു. ഹല്ലേലൂയ. കാണാൻ കൊതിച്ചാൽ നീ കേൾക്കും, കേൾക്കാൻ കൊതിച്ചാൽ നിനക്ക് തൊടാൻ പറ്റും. ഹല്ലേലൂയ. അവന്റെ കൂടെ വസിക്കുന്ന അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്മാർ കൂടെ നിൽക്കുകയാണ്. ആ ശിഷ്യന്മാരെ മറികടന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് വരാൻ പറ്റുന്നില്ല. അവരെ ശാസിച്ചു, നോ, അങ്ങനെ തൊടാൻ പറ്റത്തില്ല യേശുവിനെ. അങ്ങ് യേശുവിനെ തൊടണമെങ്കിൽ ചില യോഗ്യതകളൊക്കെ യേശു അവരെ മാറ്റി തിരിഞ്ഞു വരാൻ പറഞ്ഞു. നിങ്ങളുടെ പുറമേയുള്ള വകുപ്പുകൾ അവർ മാറ്റി വെച്ച് ഈ കുഞ്ഞുങ്ങളെ പോലുള്ളവരെ ഇങ്ങോട്ട് വാ. കണ്ടോ, അതിനകത്തും കുറച്ച് തിയറികളുണ്ട്. ഒരു തിയറിക്ക് നിരക്കാത്ത ഒരു തിയറി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. രക്തസ്രാവം പാലിച്ചവടെ മാത്രമല്ല, നാളുകളായി വേറെ പണി ചെയ്ത് ജീവിച്ചവളെന്ന് മുദ്രമുത്തപ്പെട്ട ഒരു സ്ത്രീ യേശുവിടെ തിരിക്കുന്നത് അറിഞ്ഞ് ഓടി വരിക. അവിടെ കയ്യിൽ വെങ്കൽ ഭരണി, ആ ഭരണിക്കകത്ത് പരിമളതയും ഭരണിയെ പറ്റിയും തൈലത്തെ പറ്റിയും ഒക്കെ പ്രസംഗിച്ച് വാദോരാതെ പ്രസംഗിച്ച് അതിൽ സമയം ഒരുപാട് പങ്കുവെച്ചവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഭരണിക്കകത്തുള്ള ആ തൈലത്തെ പറ്റിയല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പാപത്തിന്റെ പരിണിത ഫലവും അല്ലെങ്കിൽ പാപത്തിന്റെ ശമ്പളവും തലയിൽ വഹിച്ചു കൊണ്ടുവരുന്നവളെ പറ്റി ഞാൻ പറയുന്നത്. അവൾ കിടക്കിയിലൊഴുക്കിയ വിയർപ്പിന്റെ ഇങ്ങനൊക്കെ നിന്ന് ദൈവവചനം പറയുന്നു. വിരുദ്ധ ഉപദേശവുമായി ഇറങ്ങിയിരിക്കുന്നു. യേശു ശുശ്രൂഷിച്ചപ്പോൾ യേശുവിടെ ശുശ്രൂഷ കണ്ടവർ വെള്ളം വെച്ച ശവക്കാരവർ ഒന്നരങ്ങ് വിളിച്ചു പറഞ്ഞു, ഇത് മറ്റൊരു ഉപദേശം, ഇത് മറ്റൊരു ഉപദേശം, ഇവൻ ദൈവദൂഷണം പറയുന്നു. ഹല്ലേലൂയ. എന്റെ അപ്പനെ അതാ പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞു, ഒരു വിഷയമില്ല കേട്ടോ. വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. പാപത്തിൽ വീണുപോയ സ്ത്രീ അവന്റെ കാൽക്കൽ വീണ് കരയുക, ആ കാലിൽ കെട്ടിപ്പിടിച്ച് വാവട്ടി കരയുക. പരിമളതയിൽ ഒഴിച്ചതും ഭരണി പൊട്ടിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ. തലമുടി കൊണ്ട് കണ്ണുനീര് കൊണ്ട് കാല് കഴുകി തലമുടി കൊണ്ട് തുടയ്ക്കുമ്പോൾ അലങ്ങാതിരുന്നൊരു നല്ലവനായ തമ്പുരാൻ അവിടെ കണ്ടുകൊണ്ടിരുന്ന പലർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വസ്തുത, ഇവനെ തൊടുന്ന സ്ത്രീ ഒരിക്കൽ കൂടെ ഞാൻ പറയാ, ഇവനെ തൊടുന്ന സ്ത്രീ ആരെന്നറിഞ്ഞിരുന്നെങ്കിൽ ഇവന് സമ്മതിക്കുമായിരുന്നു. ഇവൻ റബ്ബിനിയാണ്. ഇവനാണോ ഇസ്രായേലിന്റെ വിടുതലിന് വേണ്ടി വന്നവൻ? ഹല്ലേലൂയ. ഇവൻ മറ്റൊരു ഉപദേശത്തിന്റെ ആളാണ്. ഹല്ലേലൂയ. ഭരണിയുടെ വലിപ്പവും ഭരണിയുടെ പഴയ അടുക്കളയൊക്കെ ഒന്ന് പ്രസംഗിക്കുന്ന ഒരുപാട് പേരെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഞാൻ പറയുന്നു, അവൾ കിടക്കയിൽ ഒഴുക്കിയ വിയർപ്പിന്റെ റിസൾട്ട് നോക്കി അവൾ അയൽക്കൂട്ടത്തിൽ പോയി പണി ചെയ്തുണ്ടാക്കിയ കാശ് കൊണ്ടല്ല, അവൾ ചെയ്ത പാപത്തിൽ നിന്നും അവൾ നിക്ഷേപിച്ച ആ സമ്പാദ്യവുമായി അവൾ യേശുവിന്റെ അടുത്തോട്ട് വന്നു. ഇതാ ഇത് ഞാൻ പൊട്ടിക്കുകയാണ്, എന്നേക്കുമായി ഞാൻ പൊട്ടിക്കുകയാണ്, ഒഴിക്കേണ്ടവരിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ അപ്പ പറയുന്നു, ഇതാ എന്റെ
വാക്കുകൾ ചെയ്തിരിക്കുന്നു. ഇവിടെ പാപത്തെ, ഇവിടെ ശാപത്തെ ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ ഏറ്റെടുക്കുകയാണ്. എന്നിവർക്ക് വിടുതലുണ്ടാകുകയാണ്. അന്നത്തെ മതചിന്തകൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഉപദേശം, ആ ഉപദേശത്തിന്റെ വക്താവായിരുന്നു ഞാൻ സേവിക്കുക. അവൾ തൊഴുക മാത്രം, തൊടാൻ കൊതിച്ചാ വന്നത്. അവൾ തൊടാൻ കൊതിച്ചാ വന്നത്. തൊഴുക മാത്രമല്ല, ആ കാല് മടിയോട്ട് വെച്ച് തൊഴുതരെ അവൾ ചുംബിച്ചു. തൊടാൻ മാത്രം കൊതിച്ചാ വന്നത്. പക്ഷെ ആ കാലെടുത്ത് മടിയിലോട്ട് വെച്ച് തൊഴുതരെ ചുംബിച്ചു. യേശുവിനെ വിളിച്ചു വരുത്തിയ ഭവനത്തിന്റെ ഉടമസ്ഥന് പോലും അസ്വസ്ഥതയുണ്ടായി. എന്തോ വൃത്തികേടായി കാണിക്കുന്നത്. എന്റെ കർത്താവ് പറയുകയാണ്, ഞാൻ എന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാൽ കഴുകിയില്ല. ശിവനെ നീ തുടച്ചില്ല, നീ എനിക്ക് സ്നേഹചുംബനം തന്നില്ല. ഇവിടെല്ലാം ചെയ്തിരിക്കുന്നു. ഇന്ന് ഇവിടെല്ലാം ചെയ്തിരിക്കുന്നു. ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഭ്രഷ്ടുകൾ പിടിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നവരെ തെരഞ്ഞുപിടിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരം ജീവിതത്തിൽ ഇന്ന് തന്നെ ഇറങ്ങട്ടെ. യേശുവിനെ കാണണം, യേശുവിന്റെ ശബ്ദം കേൾക്കണം, യേശുവിനെ സ്പർശിക്കണം. നമ്മുടെ ചിന്ത നിങ്ങളുടെ അകത്തൊട്ട് നൽകിയാണ്. ആത്മീയ വളർച്ച ഉണ്ടാകണമെങ്കിൽ 3 വസ്തുതകളെ പറയട്ടെ. മറ്റു ഡോക്ടറിൻസ് ഒക്കെ ഇവിടെ മാറ്റിവെച്ചേ, മറ്റു ഡോക്ടറിൻസിനൊക്കെ മാറ്റിവെച്ചേ. പൗലോസ് പറയുകയാണ്, ഞാൻ ഒരുപാട് പഠിച്ചവനകട്ടോ, ഒരുപാട് അറിഞ്ഞവനകട്ടോ, പക്ഷേ യേശുവിൽ പ്രതി എല്ലാം ചാപ്പൊന്നും ചാവണമെന്നും എണ്ണുവാൻ എനിക്കിന്ന് ഒരു കഴിവുണ്ടായിരിക്കുന്നു, എനിക്കിന്ന് പ്രാപ്തി ഉണ്ടായിരിക്കുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ചപ്പൊന്നും ചാവണമെന്ന് എണ്ണുകയാണ്. പൗലോസിന്റെ അപ്പുറത്ത് കയറി ശുശ്രൂഷ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ വിട്ടുമാറട്ടെ. അതിനൊക്കെ നിങ്ങൾ ആ ചിന്തകളിൽ നിന്ന് പുറത്തു കിടക്കട്ടെ. കർത്താവിനപ്പുറത്തൊന്നും കടക്കരുത്. യേശു കർത്താവിന്റെ സ്നേഹത്തിനപ്പുറത്ത് ഒന്നും കെട്ടിപ്പൊക്കാൻ പദ്ധതി ഇടരുത്. ആ സ്നേഹത്തിൽ നിറയട്ടെ നിങ്ങളുടെ ശുശ്രൂഷ, ആ സ്നേഹത്തിൽ നിറയട്ടെ നിങ്ങളുടെ ദൈവിക ആലോചനകൾ. ദർശനമില്ലാത്തവൻ അഴന്നു പോകും. ക്രിസ്തുവിൽ ദർശനമുള്ളവരെ വാഴും. ഒരു വിഷൻ നിങ്ങളുടെ അകത്തോട്ട് നൽകുക. ആ വിഷന്റെ 3 പോയിന്റുകൾ ഞാൻ പറഞ്ഞു. 1, യേശുവിനെ കാണണം. 2, യേശുവിന്റെ ശബ്ദം കേൾക്കണം. 3, യേശുവിനെ സ്പർശിക്കണം. രക്തസ്രാവ കാലത്ത് സ്ത്രീ സ്പർശിച്ചു. അവൾ ഭ്രഷ്ടി കൽപ്പിക്കപ്പെട്ടവളായിരുന്നു. സമൂഹത്തിൽ ഭ്രഷ്ടി കൽപ്പിച്ച് കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വിധിക്കപ്പെട്ടവൾ സ്പർശിച്ചു. അവൾ സ്പർശിക്കുക മാത്രമല്ല, ചുംബിക്കുകയും ചെയ്തു. എന്നുകൊടുത്ത അതിന് സമ്മതം കൊടുത്ത കർത്താവ് നിന്റെ മൂർധാവം ചുംബിക്കുവാൻ ആഗ്രഹിക്കുന്നു. തലോടാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കണ്ണുനീരൊക്കെ ഒപ്പാൻ ആഗ്രഹിക്കുന്നു. അസ്വസ്ഥമായിരിക്കുന്ന നിന്റെ ഹൃദയത്തിന്, നിന്റെ ചിന്തകൾക്ക്, നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു മറുപടി തരുവാൻ അവന്റെ കരങ്ങൾ നിനക്ക് വേണ്ടി ക്ഷണിക്കാൻ. Hallelujah. 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 സ്തോത്രം. എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. സ്തോത്രം. ഞാൻ അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നു. തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ എനിക്ക് വിഷയമല്ല. ആരൊക്കെ തടഞ്ഞാലും എന്തെല്ലാം സംവിധാനം എനിക്ക് ആളും അടിയുമായി എഴുന്നേറ്റാലും ഞാൻ കാണുക തന്നെ ചെയ്യും. ഞാൻ കാണുക തന്നെ ചെയ്യും. ഞാൻ എന്റെ അപ്പയെ തൊടും. ശബ്ദങ്ങൾ കേൾക്കും. ആ വാഞ്ചയുള്ളവരെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി ഇപ്പോൾ തന്നെ ഇറങ്ങുകയാണ്. ഇപ്പോൾ തന്നെ ഇറങ്ങുകയാണ്. ഇപ്പോൾ തന്നെ ഇറങ്ങുകയാണ്. പുറമ്പോക്ക് കിടന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, പാവത്തിന്റെ ചെളിക്കുള്ളിൽ കിടന്ന ഹല്ലേലൂയ, എന്നെ വിളിച്ചു വേർതിരിച്ച് എന്റെ അപ്പാ, ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇടയില്ലാത്ത ആളുകളെ പോലെ അടന്നു നടക്കുന്ന സമൂഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മനസ്സിലുള്ളവരെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹൃദയത്തിന്റെ വികാരങ്ങളെ അറിയുന്നവരെ അങ്ങനെ കാരണം ഈ പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്റർനെറ്റ് മുഖാന്തരം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ശക്തമായ ചില നടക്കുകയാണ്.
നീ ഏത് വിനോദമുള്ളവരായിക്കൊണ്ട് അപ്പയ്ക്കൊന്നും വിഷയമല്ല കേട്ടോ. നീ ഏത് മതത്തിലുള്ളവരായിക്കൊണ്ട് എന്റെ അപ്പയ്ക്കൊന്നും വിഷയമല്ല കേട്ടോ. നിനക്കൊരു വാഞ്ചയുണ്ടോ? യേശുവിനെ കാണണമെന്ന്, യേശുവിനെ തൊടണമെന്ന്, യേശുവിന്റെ ശബ്ദം കേൾക്കണമെന്ന് ചിലത് ചില ജീവിതത്തിൽ നടക്കാൻ വലിയ ചില സാക്ഷ്യങ്ങൾ സ്വർഗം അടിയുടെ പ്രാർത്ഥന